ഇനി നമുക്ക് ഇവിടെ കാണുന്നത് പോലെ ഓപ്പൺ കൊടുത്തേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഓക്കെ, ഇത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കാണുക. അത് ചില ഫോണിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ പോസ്റ്റർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പലതും കാണാം. മേലെ നമ്മൾ കാണുന്നത്, അതായത് ഇത് കാണുന്നത് കുറേ സൈസുകളാണ്. അതായത് നമുക്ക് ഒരു പോസ്റ്റർ ചെയ്യണമെങ്കിൽ വ്യത്യസ്ത പോർട്രേറ്റ്, സ്ക്വയർ, ലാൻഡ്സ്കേപ്പ് ഏത് രൂപത്തിലാണോ അതിൻ്റെ സൈസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കാണുന്നത്. അതിൻ്റെ താഴെ കാണുന്നത് പ്രൊജക്റ്റ്. നമ്മൾ ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ പ്രൊജക്റ്റായിട്ട് ഇവിടെ ഉണ്ടാവും. അത് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇല്ലാത്തത്. ഓക്കെ, താഴെ നമ്മൾ കുറേ ടെംപ്ലേറ്റ്സ് കാണുന്നുണ്ടോ? കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾറെഡി കുറേ പോസ്റ്ററുകൾ ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നതാണ്. ഇത് സ്കൂളുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. ഇത് സോഷ്യൽ. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ്, ക്ലബ്ബുമായി ബന്ധപ്പെട്ടത്, ന്യൂസ് പോർട്ടലുമായി ബന്ധപ്പെട്ടത്, പിന്നെ ഓൺലൈനുമായി ബന്ധപ്പെട്ടത്, നോട്ടീസ്, ഇങ്ങനെ കുറേ കൊളാഷ്, ഫാമിലി, യൂട്യൂബ്, ഇങ്ങനെ പല രൂപത്തിലുള്ള പോസ്റ്ററിൻ്റെ കളക്ഷൻ ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട്, ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സ്കൂളൊന്ന് സെലക്ട് ചെയ്യാണ്. സ്കൂളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറേ സ്കൂളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ വരും. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുകയാണ്, അത് ഇല കൊടുക്കുക. ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പോസ്റ്റർ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഈ ലോക മനുഷ്യാവകാശ ദിനം എന്നുള്ളത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സെലക്ട് ആയതിന് ശേഷം നമുക്ക് താഴെ കുറേ ഓപ്ഷനുകൾ വരുന്നുണ്ട്. ഫോണ്ട് സൈസ്, താഴോട്ട് നോക്കിയാൽ കാണുക ഫോണ്ട് സൈസ്, ഫോണ്ട് മാറ്റാൻ, ഫിൽ മോഡ്, കളർ, ലൈൻ, ഹൈറ്റിങ് തുടങ്ങി കുറേ കാര്യങ്ങൾ.